ഗൈസ്, ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് അവിടെ ഇഫ്താറാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇക്കാക്ക ക്ലാസ് കഴിഞ്ഞിട്ടാണ് വരിക. ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ദീദിയുമാണ് പോയത്. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ ഞാൻ പ്രകൃതിയൊക്കെ കാണാൻ പോയി. അപ്പോഴാണ് മക്കളോട് സൈക്കിൾ ഓട്ടണ് കാണുന്നത്. എൻ്റെ ഉമ്മ ബിരിയാണിയും ഫ്രൈ ചെയ്തതും ചെയ്യാൻ വേണ്ടിയിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ബിരിയാണി അതിന് മെയിൻ കോഴ്സ്. ഇതാണ് എൻ്റെ മാമൻ്റെ കുട്ടികൾ. ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അവള് സ്കൂളിൽ പോയതായിരുന്നു. അങ്ങനെ ഉമ്മ ചോറ് കൂട്ടി. പിന്നെ ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു. ബോയിൽ ചെയ്ത ക്യാരറ്റ് കൊണ്ടാണ് ജ്യൂസ് അടിച്ചത്. അതിലേക്ക് ഗീൽ സോട്ട് നട്ട്സ് ഇട്ടു. അപ്പോഴേക്കും എല്ലാവരും വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഗ്രേപ്സ്, വാട്ടർമെലോൺ ആൻഡ് പൈനാപ്പിൾസ്. പിന്നെ നന്നായി സർവത്തുണ്ടായിരുന്നു. എൻ്റെ ദീദിയുടെ ഗ്രേപ്സ് ക്ലീൻ ചെയ്യുകയായിരുന്നു. ആ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചപ്പോൾ എന്തൊരു സ്മെല്ലുണ്ടായിരുന്നത്. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ചിക്കൻ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായി. മെയിൻ കോഴ്സിൽ ചിക്കൻ ബിരിയാണീൻ്റെ കൂടെ പത്തിരി, പൊറാട്ട, വെജിറ്റബിൾ കറി. സ്നാക്സ് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. പഴംപൊരി, സമൂസ, കൊക്കവട എന്നിവ ആയിരുന്നു. ഒരു വലിയ ടേബിളും ഒരു കുഞ്ഞി ടേബിളിലായിരുന്നു സർവ് ചെയ്തത്. ഇതാണ് എൻ്റെ മാമൻ. എനിക്ക് ഒരേ ഒരു മാമനുള്ളൂ. അങ്ങനെ എല്ലാവരും നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇത് കഴിഞ്ഞപ്പോഴാണ് മാമന് ഒരു കേക്കും കൊണ്ടുവന്നത്. അവരെ 7ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പിറ്റേ ദിവസം. അങ്ങനെ മക്കളെല്ലാവരും നിന്നിട്ട് കേക്ക് കട്ട് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ കേക്കായിരുന്നു. KPM കേക്സിൽ നിന്നായിരുന്നു കേക്ക് വാങ്ങിയത്. വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. മക്കൾക്ക് അവർ തന്നെ മുറിക്കണം എന്ന് വാശി പിടിക്കുകയായിരുന്നു. ഇതാണ് ഇല്ലിക്കുട്ടി. ഇതാണ് ചാച്ചി. മക്കൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് റിയു പാത്തുമ്മ. ഇത് രാവിലത്തെ ക്ലിപ്പായിരുന്നു. ഞാൻ ഓർഡർ ശരിയാക്കാൻ മറന്നുപോയി. ഞങ്ങൾ വന്നപ്പോൾ അവർ സൈക്കിളിൽ കളിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.